ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മെയ് മാസം 15-ാം തീയതി ഇടവമാസം 1-ാം തീയതി വ്യാഴാഴ്ച, സമയം രാവിലെ 7 മണി. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറയാൻ സാധ്യത. കഴിഞ്ഞ ദിവസം വൻ തകർച്ച നേരിട്ട സ്വർണ്ണവില ഒറ്റ ദിവസം 2000 രൂപയിലധികം കുറഞ്ഞതിന് ശേഷം തുടർച്ചയായ 2 ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. ചൊവ്വാഴ്ച പവന് 120 രൂപയും ഇന്നലെ പവന് 320 രൂപയും ആണ് ഉയർന്നത്. 70,440 രൂപയിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞപ്പോഴും സംസ്ഥാനത്ത് മറ്റ് സാഹചര്യങ്ങൾ പരിഗണിച്ച് വില ഉയരുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ അന്താരാഷ്ട്ര സ്വർണ്ണവില വീണ്ടും തകർച്ച നേരിട്ടുകൊണ്ട് $3,180 പരിധിയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതിന് ആനുപാതികമായി സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വൻ തകർച്ച പ്രതീക്ഷിക്കാം. US-ചൈന വ്യാപാര യുദ്ധം താൽക്കാലികമായെങ്കിലും അവസാനിച്ചതാണ് ഇപ്പോൾ സ്വർണ്ണവിലയുടെ തകർച്ചയ്ക്ക് കാരണമായത്. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് $3,177. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,605 രൂപ, 1 പവൻ 77,843 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,204 രൂപ, 1 പവൻ 57,632 രൂപ. സംസ്ഥാനത്ത് ഇന്ന് 916 സ്വർണ്ണവില 1 ഗ്രാം 8,805 രൂപ, 1 പവൻ 70,440 രൂപ. ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില 1 ഗ്രാം 108 രൂപ, 1 കിലോ 1,80,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്